നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിക്മംഗ്ലൂരിൻ്റെ അവസാനത്തെ എപ്പിസോഡ്, ഈ ഒരു സീരീസിൽ അവസാനത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മുള്ളയാനഗിരി എന്നുള്ള ഒരു ഹിൽ ടോപ്പിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഹിൽ ടോപ്പിലേക്കാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റും ഇതൊക്കെയായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള വോയിസ് ഒന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാനത് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം വന്നിട്ടുള്ളത് ഇവിടെ ഏകദേശം ഒരു 10-10:30 ആ ഒരു സമയത്താണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ജസ്റ്റ് വന്നപ്പോൾ കിട്ടിയ ഒരു ചെറിയൊരു ക്ലിപ്പാണിത്. അപ്പോൾ ഒരു അധികം നീളമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചിക്മംഗ്ലൂരിൽ നമ്മളിപ്പോൾ മുള്ളയാനഗിരിനെ പറ്റി പറയുകയാണെങ്കിൽ കർണാടകയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പീക്കിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം അതാണ് ഇതിൻ്റെ പ്രത്യേകതയും കൂടി. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഹിൽ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ പോകണം. അപ്പം ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചെറിയൊരു അമ്പലം, അതേപോലെ തന്നെ ചെറിയ ഗുഹയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് ഇപ്പം ക്ലോസ്ഡ് ആണത്. അപ്പം അവിടെ വരെ നമുക്ക് കയറി ചെല്ലാൻ പറ്റും. അപ്പം പല ആൾക്കാരും ട്രക്കിംഗ് വരെ ചെയ്യുന്നുണ്ട്. അതായത് ഏറ്റവും താഴത്തുനിന്ന് ഇതിൻ്റെ മുകളിലോട്ട് ട്രക്കിങ്ങൊക്കെ ചെയ്ത് വരുന്ന ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് അങ്ങനെ. അപ്പം നമുക്കിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഏറ്റവും താഴത്ത് ഇവിടെ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഏകദേശം അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000-ഓളം അടി മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഹിൽ ടോപ്പ് ഉള്ളത്. അപ്പം ഇപ്പം നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സമയമാണ്. അതായത് ഏകദേശം ഇത് പോയിട്ടുള്ളത് കഴിഞ്ഞ വർഷം 2020 ഏകദേശം ഫെബ്രുവരി ലാസ്റ്റോട് പോയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് അധികം പച്ചപ്പും കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ ജസ്റ്റ് മഴക്കാലമൊക്കെ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ, ആ ഒരു സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നല്ല പച്ചപ്പും സംഭവവും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം തൊട്ടപ്പുറത്തുള്ള ഈ ഒരു മലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതേ ഒരു രീതിയിലുള്ള നല്ല പച്ചപ്പുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാനിവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി അല്ല തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് കയറി ഒന്ന് കാണിക്കാന്നുള്ള രീതിയിൽ ജസ്റ്റ് കയറുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനെക്കാട്ടിലും നല്ലൊരു വ്യൂ ആണ്. ഞാൻ കുറച്ച് ഫോട്ടോസ്, കയ്യിലുള്ള പഴയ ഫോട്ടോസ് ഞാൻ ട്രൈ ചെയ്യാം ഇതിൻ്റെ ലാസ്റ്റിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നമുക്ക് ഫുൾ സ്റ്റെപ്പ് കയറി നമുക്ക് ഏറ്റവും മുകളിൽ പോവാം. അപ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഏകദേശം പറ്റുമെങ്കിൽ ഏറ്റവും നേരത്തെ ഇവിടെ വരാൻ ശ്രമിക്കുക. കാരണം കുറച്ചുകൂടി നല്ല ഒരു ക്ലൗഡി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു മേഘങ്ങളൊക്കെ നമുക്ക് താഴത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആണ് രാവിലെ പോയി കഴിഞ്ഞാൽ. അപ്പം രാവിലെ ഏകദേശം 6 മണിക്കാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് അകത്തേക്ക് കടത്തി വിടുക. അപ്പോൾ നേരത്തെ എത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് പോസ്റ്റിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അകത്തോട്ട് അവർ 6 മണിക്ക് കടത്തി വിടും. അപ്പം ബാബ ബുധൻഗിരി എന്നുള്ള ഒരു ഹിൽ ടോപ്പും കൂടിയുണ്ട് ഇതേ റൂട്ടിൽ തന്നെ. അപ്പം അതും കൂടി നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റും നമ്മൾ പോകുന്ന സമയത്ത്. അപ്പം 6 മണിക്ക് നമ്മൾ അവിടുന്ന് 20 രൂപ അങ്ങനെ ആണ് അവിടുന്ന് എല്ലാ ചാർജ് ഉള്ളത്. അപ്പം അത് കൊടുത്തിട്ട് നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് നമ്മൾ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് എത്താൻ പറ്റും. അപ്പം അവിടുന്ന് ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വന്തം വണ്ടിയിൽ പോവുകയാണെങ്കിൽ അതും ഈസിയാണ്. കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള റോഡ് ഇപ്പം കാണാൻ പറ്റും. കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള റോഡാണ്. നമ്മൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് റിസ്ക്കാണ്. അപ്പം അറിയുന്ന നല്ല പരിചയമുള്ള ആൾക്കാർ മാത്രം സ്വന്തം വണ്ടിയാണെങ്കിൽ കൂടി നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് താഴത്ത് വെച്ചിട്ട് അവിടുന്ന് ജീപ്പ് പോകുന്നുണ്ട്, ജീപ്പിൽ പോവാം. ഓക്കെ, അപ്പം റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പം ഡ്രൈവിങ് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ, കോൺഫിഡൻ്റ് ആണെങ്കിൽ, എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്വന്തം വണ്ടിയിൽ തന്നെ പോവാം. അപ്പം വലിയ കയറ്റവും സംഭവമൊന്നുമില്ല, ചെറിയൊരു കയറ്റാണ്. പക്ഷെ എന്നാലും ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പം ഒരു സൈഡിൽ നമുക്ക് ചിക്മംഗ്ലൂർ ടൗണും അതേപോലെ തന്നെ അടുത്ത് നമുക്ക് ഈ സൈഡിൽ കുറച്ച് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം ചിക്മംഗ്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം 22ഓളം കിലോമീറ്റർ ആണ് അവിടെ നിന്നുള്ളത്. അപ്പം മെയിൻ റോഡിൽ വന്നിട്ട് അവിടെ നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് അകത്തോട്ട് കയറണം. അവിടെയാണ് ഫോറസ്റ്റ് ഏരിയയിലുള്ള ആ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ഇങ്ങോട്ടുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ കുറേ മുമ്പോട്ട് വരികയാണെങ്കിൽ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ അകത്തോട്ട് മുകളിലോട്ട് വരണം, മല കയറിയിട്ട് വരണം. അപ്പം അവിടുന്ന് സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ അവിടുന്ന് ബാബ ബുധൻഗിരി എന്നുള്ള ഒരു സ്ഥലത്തേക്കും കൂടെ പോവാം. അതും വേറൊരു ഇതിനെക്കാട്ടും കുറച്ച് ഹൈറ്റ് കുറവാണ്. പക്ഷേ നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണത്. അപ്പം അവിടെയും കവർ ചെയ്യാൻ പറ്റും ഇത് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ രാവിലെ ഏകദേശം 6 മണിയോട് കൂട്ടി വരികയാണെങ്കിൽ നമ്മൾ ഒരു 7 മണി 7:00 ഉള്ളിൽ നമുക്കിത് തീർത്തിട്ട് നേരെ അങ്ങോട്ട് പോകാൻ പറ്റും.
പക്ഷേ ആ ഒരു സമയത്താണ് നമുക്ക് കൂടുതൽ നല്ലൊരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാണുന്ന സംഭവമാണ് അമ്പലം. അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്നതാണ് അമ്പലം. സാധാരണയായിട്ട് ചിക്കമംഗളൂർ വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒഴിവാക്കാത്ത ഒരു പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മുള്ളയാനഗിരി. അപ്പം അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പം കുറച്ച് മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു സമയത്താണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു വ്യൂവും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ കാണാം പ്ലാസ്റ്റിക്കൊക്കെ ഒരു പരിധിവരെ ആൾക്കാർ എന്താ പറയുക ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.